വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാദമി. ഞാനിന്ന് വന്നിരിക്കുന്നത് 2020 ഡിസംബറിൽ എക്സാം കഴിഞ്ഞ കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ ഫിസിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. The expression for angular velocity is angular velocityയുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഈ ആംഗുലർ വെലോസിറ്റി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത് സർക്കുലർ മോഷനിലാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ ഒരു സർക്കുലർ പാത്തിൽ സപ്പോസ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ വരെ മൂവ് ചെയ്തു. ഇവിടെ വരെ മൂവ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗുലർ വെലോസിറ്റി കിട്ടും. അപ്പൊ ഈ ആംഗുലർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനെ കൺസിഡർ ചെയ്യണം. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പോൾ അവിടെ ഉണ്ടായ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 2π റേഡിയൻസ് ആയിരിക്കും. അപ്പൊ ആംഗുലർ വെലോസിറ്റിനെ നമ്മൾ ഒമേഗ എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയൻസ് ആയിരിക്കും. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 2π ആയിട്ട് എടുക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുത്ത ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് നമ്മൾ ക്യാപിറ്റൽ T വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി എന്താണ് ഈ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ? നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു 1/t. ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു 1/t. സോ ഈ 1/tക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ഫ്രീക്വൻസി ന്യൂ എന്ന് എഴുതാം. സോ യുവർ ഇക്വേഷൻ വിൽ ബിക്കം 2π ന്യൂ. സോ എന്താണ് ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ? ഒന്നില്ലെങ്കിൽ 2π/t എന്ന് എഴുതാം. ഇവിടെ t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. അതല്ലെങ്കിൽ അതിനെ 2π ന്യൂ എന്ന് എഴുതാം. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ആണ്. ഇത് രണ്ടും എന്തിന്റെ ഇക്വേഷൻ ആണ്? ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ A, 2π ന്യൂ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് വിൽ എ ടെമ്പറേച്ചർ ഓഫ് 60 ഡിഗ്രി സെൽഷ്യസ് ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ? 60 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ് അല്ലെ. ആ ടെമ്പറേച്ചറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? F, ദാറ്റ് ഈസ് ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 9/5 സെൽഷ്യസിലെ ടെമ്പറേച്ചർ പ്ലസ് 32 ആണ്. ഇവിടെ സെൽഷ്യസിലെ ടെമ്പറേച്ചർ എത്രയാണ്? 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 9/5 ഇൻറ്റു 60 പ്ലസ് 32. ഇതിന്റെ ആൻസർ 140 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, 140 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The reaction take place in atom bomb is. ആറ്റം ബോംബിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഓപ്ഷൻ? കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താണ് ഈ ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ ഇസ് ദ പ്രോസസ് വേർ എ ഹെവി അറ്റോമിക് ന്യൂക്ലിയസ്, ഒരു ഹെവി അറ്റോമിക് ന്യൂക്ലിയസ്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് യുറേനിയം, പ്ലൂട്ടോണിയം ഒക്കെ ഹെവി അറ്റോമിക് ന്യൂക്ലിയസ് ആണ് അല്ലെ. എ ഹെവി അറ്റോമിക് ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻടു 2 or more സ്മോളർ ന്യൂക്ലിയായി. ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ റിലീസ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. ഫിഷൻ ഓർത്തിരിക്കുക. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? ഒരു ഹെവി അറ്റോമിക് ന്യൂക്ലിയസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടോ അതിലധികമോ അറ്റോമിക് ന്യൂക്ലിയസ് ആയിട്ട്, സ്മോളർ അറ്റോമിക് ന്യൂക്ലിയസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ഇനി ആറ്റം ബോംബിൽ നടക്കുന്നത് എന്താണ്?
അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഈ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു ഹെവി ന്യൂക്ലിയസിനെ ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പൊ ആറ്റം ബോംബിൽ അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഒന്നിച്ച് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇനി ഈ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ് എന്തിൽ നടക്കുന്നത്, നമ്മൾ ഇലക്ട്രിസിറ്റി ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, അവിടെ നടക്കുന്നത് എന്താണ്, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. അപ്പൊ ആറ്റം ബോംബിൽ നടക്കുന്നത് എന്താണ്, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നടക്കുന്നത് എന്താണ്, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഇനി എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്, ഈ ന്യൂക്ലിയർ ഫിഷന്റെ നേരെ ഓപ്പോസിറ്റ്, രണ്ട് ലൈറ്റർ ന്യൂക്ലിയായി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്, ലൈറ്റർ ന്യൂക്ലിയായി കമ്പൈൻ ടു ഫോം ഹെവിയർ ന്യൂക്ലിയസ്. ഇവിടെ ഈ ലൈറ്റർ ന്യൂക്ലിയായി കമ്പൈൻ ചെയ്ത് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന ആ ടൈമിലും എന്ത് ചെയ്യും, ഒരു ലാർജ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യപ്പെടും. എവിടെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്, സ്റ്റാർസിൽ, സണ്ണ് പോലെയുള്ള എല്ലാ സ്റ്റാർസിലും എന്താണ് നടക്കുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രോസസ്സും ഏത് തന്നെയാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ആറ്റം ബോംബ് ഏതാണ്, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, the quantity of heat required to convert 10 kg of ice at 0 degrees Celsius into water at the same temperature is പ്രൊവൈഡ് ചെയ്ത ഡാറ്റ എന്താണ്, the latent heat of fusion of ice is 335 into 10 raised to 3 ജൂൾ പെർ കിലോഗ്രാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ Q is equal to M into LF ആണ്. Q എന്ന് പറഞ്ഞാൽ അവിടെ അബ്സോർബ് ചെയ്ത അല്ലെങ്കിൽ റിലീസ് ചെയ്ത ഹീറ്റ് എനർജി ആണ്. M എന്ന് പറഞ്ഞ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. LF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് എന്ത്, LF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാനും, ഇനി അതല്ല കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ലോജിക്കലിയും നിങ്ങൾക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ തന്നിട്ടുണ്ട് അല്ലെ, എത്രയാണത്, 335 into 10 raised to 3 ജൂൾ പെർ കിലോഗ്രാം ആണ്. എന്താണ് ഈ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 1 kg മാസുള്ള ഒരു സബ്സ്റ്റൻസിന്റെ ഫേസ് ചേഞ്ചിന് ആവശ്യമായ ഹീറ്റ് എനർജിയാണ് എന്ത്, ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 kg ഐസിന് ഫേസ് ചേഞ്ചിന് വേണ്ട എനർജിയാണ്, ഹീറ്റ് എനർജിയാണ് എത്ര, 335 into 10 raised to 3 എന്ന് പറയുന്നത്. അപ്പൊ 10 kg ഐസിന് വേണ്ട ഹീറ്റ് എനർജി എത്രയായിരിക്കും, into 10 ചെയ്താൽ മതി. അപ്പൊ ആൻസർ എന്താണ്, 350 into 10 raised to 3 ജൂൾ ആണ് ആൻസർ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് AC ടു DC. AC-നെ DC ആക്കുന്ന പ്രോസസ് എന്താണ്, AC-നെ DC ആക്കുന്ന പ്രോസസ്, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റെക്ടിഫിക്കേഷൻ. സോ ഓപ്ഷൻ A ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, when a ray of light enters from air to glass obliquely the refracted ray, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ്, ഒരു ലൈറ്റർ മീഡിയത്തിൽ നിന്ന് ഒരു ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. ലൈറ്റർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കും, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സോ ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. ഓപ്ഷൻ A ആണ് ആൻസർ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, if F is the force of attraction between two bodies of masses M1 and M2. അപ്പോൾ രണ്ട് ബോഡി M1 M2 എന്ന് പറയുന്ന രണ്ട് ബോഡിയുടെ മാസ് എന്ന്, രണ്ട് ബോഡിക്ക് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, F ആണ്. സോ F is G into M1 into M2 divided by D. ഇതാണ് എന്ത്, F എന്ന് പറയുന്നത്. ഇനി what about the force of attraction between bodies of masses 2M1 and M2 kept at a distance 4D. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോഴുള്ള മാസ് 2M1 ഉണ്ട്, M2 ഉണ്ട്, അതുപോലെ D എന്തായിട്ട് മാറി, 4D ആയി. ഈ ടൈമിലുള്ള F എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ യുവർ ന്യൂ F dash will be G into 2M1 into M2 divided by 4D square എന്ന് പറയുമ്പോൾ എത്ര വരും, 16D square എന്ന് വരും.
ഓക്കെ, ഇതിനൊന്ന് റീറൈറ്റ് എഴുതുമ്പോൾ എങ്ങനെ വരും? ഈ 2ഉം ഈ 16ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 8 വരും. സോ 1/8 ഇൻറ്റു ജി m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ വരും. ഇത് നമ്മുടെ എഫ് ആണ് അല്ലേ? സോ യുവർ ആൻസർ വിൽ ബി f/8. f/8 ആയിരിക്കും ആൻസർ. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, f/8. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ n-type semiconductor is made by adding which of the given impurity atom to silicon? സിലിക്കണിലേക്ക് ഏത് ഇംപ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്താലാണ് നമുക്കൊരു n-type semiconductor കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് n-type semiconductor എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സെമി കണ്ടക്ടർ, ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഒരു പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി, എന്താണ് ഒരു പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി, അതല്ലെങ്കിൽ ഗ്രൂപ്പ് 15th എലമെന്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? n-type സെമി കണ്ടക്ടർ കിട്ടുന്നത്. പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് 15th എലമെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ n-type സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ ഇതിൽ 15th ഗ്രൂപ്പ് എലമെന്റ് ഏതാണ്? ഓപ്ഷൻ ഡി, ആർസെനിക് ആണ് ആൻസർ. The working principle of a moving coil microphone. ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ സംഭവിക്കുന്നത്? സൗണ്ട് വന്നിട്ട് ഡയഫ്രത്തിൽ ഹിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഡയഫ്രത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു കോയിൽ ഉണ്ടാവും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത ആരും മൂവ് ചെയ്യും? കോയിലും മൂവ് ചെയ്യും. ഈ കോയിൽ വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു കോയില് മൂവ് ചെയ്യുന്ന സമയത്ത് അക്കോർഡിംഗ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഈ പ്രിൻസിപ്പളിന്റെ ബേസിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജിയുടെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? G is equal to capital G M divided by R square. ഇതിൽ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. M എന്ന് പറയുന്നത് ഏത് പ്ലാനറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ പ്ലാനറ്റിന്റെ മാസ് ആണ് എന്ത്? M എന്ന് പറയുന്നത്. ഇനി ആ പ്ലാനറ്റിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. ഇതിൽ ഒന്നിലും എന്തില്ല? ഒബ്ജക്റ്റിന്റെ മാസ് ഇല്ല. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഒബ്ജക്റ്റിന്റെ മാസ് ആണ്. അപ്പൊ ഏതാ? മാസ് ഓഫ് ദ എർത്ത്. എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മാസ് ഓഫ് ദ എർത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? റേഡിയസ് ഓഫ് ദ എർത്തും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാസ് ഓഫ് ദ ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മാസ് ഓഫ് ദ ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, മാസ് ഓഫ് ദ ബോഡി ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ ഒരു 5 വർഷത്തെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ടീച്ചേഴ്സ് അക്കാദമിയുടെ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, ജോയിൻ ചെയ്യൂ. താങ്ക് യു.